ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ഗുരുവായൂർ അമ്പലനടയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഒറ്റപ്പാലം കഴിഞ്ഞു. ഇതിന് ശേഷം താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഗുരുവായൂർ നടയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ അറിയില്ല. ചെറുതായിട്ട് മഴ ചാറുണ്ട് കേട്ടോ. പാടുവതും രാഗം നീ തേടുവതും രാഗമ ദേവനു അനുരാഗിയാമേ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. അവിടെ ലൈൻ നിൽക്കണം. കയറുമ്പോഴേക്കും കയറി ഇറങ്ങുമ്പോഴേക്കും സമയം വൈകുന്നേരമാവും. അപ്പോൾ പുറത്തുനിന്ന് തന്നെ തൊഴുതി. എന്തായാലും തിരിച്ചു പോവാണ്. ചാവക്കാട് ബീച്ചിൽ പോകണം. കാർ എവിടെ? വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം ഇപ്പോൾ കാണാനില്ല, മറന്നുപോയി. 2ാം നിലയാണോ 3ാം നിലയാണോ സംശയം. ഇനിയിപ്പോൾ ആദ്യത്തെ നിലയിലായിരിക്കും. കിട്ടുകഴിഞ്ഞാൽ ഇവന്മാർക്ക് വിവരമില്ലാത്തവന്മാരാണ് പറയും. എന്നടിച്ച് കാറടിച്ച് എന്നിട്ട് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. ഞങ്ങളങ്ങനെ ചാവക്കാട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരുവായൂർ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കല്യാണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല. അപ്പോൾ നമ്മൾ നേരെ എന്തായാലും ചാവക്കാട് ബീച്ചും കൂടെ കണ്ടിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. നേരെ ചാവക്കാട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരുവായൂരിലേക്ക് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വരണമെന്ന് വിചാരിച്ചു. പെട്ടെന്നങ്ങനെ വന്നാണ്. അപ്പോൾ
കാരണങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട് കേട്ടോ. അവിടെ നല്ലൊരു സമാധാനമുണ്ട്. അപ്പോൾ ആ ഒരു വൈബുണ്ട് അവിടെ. എന്തായാലും ഒരു പ്രാവശ്യം ഇനി അമ്പലത്തിൻ്റെ അകത്തുനിന്ന് കയറാൻ വേണ്ടി വരണം. അപ്പോൾ അത് വരാം. എനിക്ക് തോണി കയറി പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ടത് നടക്കാത്തതുകൊണ്ട് ഇപ്പം എന്തായാലും ഇവിടെ നിന്ന് വിട വാങ്ങുകയാണ്. മഴ ചാറുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നേരെ വിട വാങ്ങാം. ഈ കാലിൻ്റെ അവസ്ഥ ഇതായിരുന്നു. അപ്പോൾ കാല് കഴുകാനിപ്പോൾ ചെയ്യുന്നതാണ് അറിയാം. പക്ഷേ ഞങ്ങൾ വരുന്ന വഴി കാലെഴുതാൻ വേണ്ടിയിട്ടൊരു തെങ്ങും തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഹലോ വിളിക്കുകയാണല്ലേ. അല്ല 3 എടാ അതാ പ്രാണി അതിൻ്റെ ഇങ്ങനെ മുഖത്ത് വന്നു. ഫുൾ തെങ്ങും തോപ്പ് അടിപൊളി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോവാണ്. മീൻ കറിയുണ്ട്, ഉണ്ണിക്കറിയുണ്ട്, അച്ചാറുണ്ട്, ഇപ്പോൾ പപ്പടം കൂടെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇത് കഴിച്ചിട്ട് കാണാം. ഇപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് ഇറങ്ങി. ഇവിടെ നിന്നാണ് കേട്ടോ ഊണ് കഴിച്ച്. നല്ല ഊണായിരുന്നു, അടിപൊളിയാണ്. ഓക്കെ, തെറ്റാണ്.